4 മണിയായപ്പോഴത്തേന് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇരുന്നതാണ്. ദേവൂട്ടൻ നല്ല അടിപൊളി ഒരു കടിഞ്ചായ ഇട്ട് തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നന്ദുക്കുട്ടൻ ഉറങ്ങി. ദേവൂട്ടൻ അപ്പോൾ ഇച്ചിരി നേരം ടി വി കണ്ടോട്ടെ എന്ന് ഓർത്ത് ടി വി വെച്ച് കൊടുത്തു. അവധി ആയതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുറേ നേരമൊക്കെ പഠിച്ചു. പിന്നെ ഒന്നും ഫുൾ ടൈം ഒന്നും പിള്ളേരിരുന്ന് പഠിക്കത്തില്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം മുറ്റത്തോട്ടൊന്നും ഇറങ്ങി മഴയൊന്നും കൊള്ളാണ്ടെന്ന് ഓർത്ത് ഞാൻ ഇച്ചിരി നേരം ഒന്ന് ടി വി വെച്ച് കൊടുത്തതാണേ. ഇന്ന് രാവിലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ തെളിഞ്ഞായിരുന്നേ. അപ്പോൾ ഞാനോർത്ത് ഇന്ന് തോർച്ചയായിരിക്കും എന്ന് ഓർത്തു. പക്ഷെ തോർച്ച ഒട്ടുമില്ല. ഉച്ചയായപ്പോഴത്തേനും നല്ലൊരു മഴ പെയ്ത് ഒരു സൈഡ് മൊത്തം മൂടി അടച്ചു വന്ന് നല്ല അടിപൊളി ഒരു മഴ പെയ്തിട്ട് ഇപ്പം ചാറ്റമഴയായിട്ട് നിൽക്കുവാണേ. അപ്പം ഞാൻ വെറുതെ ചാറ്റമഴയാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പൂക്കളൊക്കെ ഒന്ന് നോക്കാം. ഒരു സമാധാനവും സന്തോഷമാണല്ലോ നമുക്ക് പൂക്കളൊക്കെ നോക്കി നടക്കുമ്പോൾ. അപ്പോൾ ഇറങ്ങി മുറ്റത്തിറങ്ങി പൂക്കളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ എല്ലാ റോസയിലും അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടും വന്നിട്ടുണ്ട്. അത്യാവശ്യം പൂത്തും നിൽക്കുവാണേ. അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്നു കേട്ടോ. നമ്മുടെ കുറേ എണ്ണം ഇവിടെ നിൽക്കുന്നത് നാടൻ റോസാണ്. പിന്നെ കുറച്ച് എണ്ണമൊക്കെ വാങ്ങി വെച്ചതും ഉണ്ട് കേട്ടോ. ഇവിടെ മുല്ലയിലൊക്കെ നിറച്ച് മുട്ടിട്ട് നിൽപ്പുണ്ട്. നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇനി മുല്ല എനിക്ക് മണ്ണിൽ എവിടെയെങ്കിലും ഒന്ന് വെക്കണമെന്നുണ്ട്. പക്ഷെ എവിടെ വെക്കും എന്നറിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വലുതായി കയറുന്നതുകൊണ്ടേ എവിടെയാണ് വെക്കുന്നതെന്ന് ഒരു ഐഡിയയും ഇല്ല. പിന്നെ നമ്മുടെ ഈ കർപ്പൂരച്ചെടിയൊക്കെ നിറച്ച് മൊട്ടായിട്ട് നിൽക്കുവാണേ. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു താങ്ങൊന്ന് കൊടുത്ത് പൊക്കി നിർത്തണില്ലേ, മൊത്തം അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പെടന്ന് കിടക്കുമല്ലേ, മഴ കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത്.